ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പരിപ്പ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. റൈസ് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് പരിപ്പ്, ചെറിയുള്ളി, 4 പച്ചമുളക്, ഇഞ്ചി, തക്കാളി, പിന്നെ ജീരകം. ഇത്രയുമാണ് ആവശ്യം. അപ്പോൾ പാൻ വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ സമയത്ത് നമുക്കതിലോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടാം. പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലോട്ട് ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. തക്കാളി ഇട്ടതിന് ശേഷം പച്ചമണം പോകുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം പോകുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിനോടൊപ്പം തന്നെ നമുക്ക് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അത്രയും മാത്രമേ ഒഴിക്കാവൂ. അത് കറക്റ്റായി വരും. നമുക്ക് ചോറ് കുഴഞ്ഞു പോകാതെ കറക്റ്റ് അളവിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, ആ മിക്സ് എല്ലാം നമുക്ക് ഈ റൈസിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസ് വെന്തോ നോക്കാം. ഓക്കെ, വിസിലെല്ലാം പോയതിന് ശേഷം ഞാൻ മൂടിയെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി, പരിപ്പ് റൈസ് റെഡിയായി. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയുള്ള വെറൈറ്റി റൈസുകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഭക്ഷണം കഴിക്കാൻ മടിയുള്ള എല്ലാ മക്കളും ഈ ഭക്ഷണം കഴിച്ചോളും. എപ്പോഴും ഒരേപോലത്തെ വൈറ്റ് റൈസ് കൊടുക്കുമ്പോൾ മടിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് റൈസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിപ്പ് ചോറ് എല്ലാവരും ചെയ്ത് നോക്കണം. ഈ പരിപ്പ് ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.